എന്താ പതിവില്ലാതെ ഇങ്ങോട്ട്? അപ്പോ ആളുകൾ പറയുന്നത് ശരിയാ. എന്തോന്നാ തുറന്നു പറ. അല്ല, കാതർ ഇവിടെ കൂടെ തന്നെയാണോ താമസം? ഇത് നമ്മുടെ വീട് തന്നെയല്ലേ? അപ്പോ നിനക്ക് 1, 2, 3 ഭർത്താക്കന്മാർ. അമ്മേ, എന്തായി പറയുന്നത്? പാഞ്ചാലിക്ക് 5 ഭർത്താക്കന്മാരായിരുന്നല്ലോ. ഇവരുടെ വർത്തമാനം കേൾക്കാൻ നല്ല രസമുണ്ട്. ശരിയാ, പൊതുവെ ഒരു രസമുണ്ട്. എന്താ പറഞ്ഞേ? ഒന്ന് മിണ്ടായിരിക്കാവോ? നാരദൻ നൈഷ്ഠിക ബ്രഹ്മചാരിയാണ്. എത്ര ഇഷ്ടക്കാരായിരുന്നാലും ഇമാതിരി കാര്യം വരുമ്പോ തമ്മിൽ തെറ്റും. ഇവരെന്ത് വൃത്തികേടായി പറയുന്നത്? അവരെന്തോ പറയട്ടെ കൗസല്യേ. പത്മിനി പടമൊക്കെ ഉണ്ടല്ലോ. മലയാളം കുറവാ, ഹിന്ദിയും തെലുങ്കുമാ കൂടുതല്. നമ്മുടെ പടം എന്തായി? ഉടനെ തുടങ്ങും, ഡേറ്റ് അറിയിക്കാം. അതറിയാനാ വന്നത്. ഇദ്ദേഹം നല്ലതുപോലെ പാടുമെന്ന് കേട്ടല്ലോ. എന്താ, പത്മിനിക്ക് പാട്ട് പഠിക്കണമെന്നുണ്ടോ? ഒരു പടത്തിൽ പാടി അഭിനയിച്ചാൽ കൊള്ളാമെന്നുണ്ട്. വന്നോളൂ, എപ്പോ വേണമെങ്കിലും വന്നോളൂ. എന്താ പറയുന്നേ? ഒന്നും പറയുന്നില്ല. പറയാനൊന്നുമില്ലടി. ഇങ്ങേർക്ക് ഇഷ്ടമാണെങ്കിൽ എനിക്കും ഇഷ്ടമാ. കല്യാണം കല്യാണം. ചതിച്ചോ നാരായണ? എനിക്ക് ആരോടും ചോദിക്കാനില്ല. ഒരു ദിവസം അങ്ങോട്ടൊക്കെ ഒന്ന് ഇറങ്ങേ. അല്ല, ഇതിലാരാ വരേണ്ടത്? എന്റെ മോക്ക് ചേരുന്നത്. എന്റെ പൊന്ന് പത്മിനി, ഒന്ന് വിളിച്ചോണ്ട് പോ. അമ്മേ, എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ. സന്തോഷം. അപ്പോ എന്റെ കാൾ ഷീറ്റ്? കോൾ ഷീറ്റ് ആക്കണ്ട, ഫുൾ ഷീറ്റ് ആക്കിക്കോ. ഓക്കെ, വരൂമേ. വരട്ടെ. ஏசி எல்லாம் ஆஃப் பண்ண. என்ன வீடெல்லாம் பத்திரம், ஜாக்கிரதை. ஏய் சோம்பேறி பசங்களா, சீக்கிரம் வாங்கடா. காலையில 7 மணிக்கு ஷூட்டிங். சேருங்கடா. அப்படியே எந்த சேர கூட எடுத்தோ. ஏண்டா டோர் திறந்து வைக்க கூடாது? அறிவு கட்டம் முண்டோம். நம்ம தான் பார்க்கணும். மக்களுக்கு இருக்கும். சீக்கிரம் ஏறடி, முடிச்சுட்டு நிக்காம. காஸ்டியூம்ஸ் எல்லாம் எடுத்து வச்சாச்சுல? ஏண்டா உனக்கு முன்னாடி உட்கார கூடாது? காஸ்டியூம் இருக்கு, பாப்பா பக்கத்துல உட்காரணும். சீக்கிரம் வா. எல்லாம் நம்மளே பார்க்க வேண்டியதா இருக்கு. சீக்கிரம் வா. டேய், ஒரு மெதுவா சாப்பிடுடா. അമ്പലത്തിൽ പോയിട്ട് കൗസല്യ എന്താ ഇത്ര താമസിച്ചത്? ഞാൻ പുറത്തുനിന്ന് പാട്ട് കേൾക്കായിരുന്നു. എന്റെ സംഗീത സാധകം ഒരു ശല്യമായോ? ഏയ്, സംഗീതം എന്റെ ആത്മാവാണ്. പാടുന്നവനും കേൾക്കുന്നവനും ഒരുപോലെ പരമാനന്ദം പകരുന്ന ഒരു അനവദ്യ സിദ്ധിയാണ് സംഗീതം. ഓ, തുടങ്ങിയോ രാവിലെ സംഗീത ചർച്ച? അവിടെ ഇരിക്കരുത്. എല്ലാവരും വരൂ, കാപ്പി കുടിക്കാം. വിഗ്രഹം വരൂ. ശൈലം വിഗ്രഹം. ഇതാര് കണ്ടാലും അടിച്ചത് തന്നെ. ഇരിക്കൂ, ഞാനിപ്പോ കാപ്പി കൊണ്ടുവരാം. എനിക്ക് ഏകാദശി വ്രതമാണ്. ഓഹോ, അപ്പൊ ഇന്ന് മുഴു പട്ടിണിയാണെന്നർത്ഥം. ഇദ്ദേഹത്തിന് എന്റെ പാചകം ഒന്നും പിടിക്കുന്നില്ലെന്ന് തോന്നുന്നു. അയ്യോ, അങ്ങനെയൊന്നുമില്ല. കൗസല്യയുടെ കൈ കൊണ്ട് എന്തു തൊട്ടാലും അത് അമൃതാണ്. രാവിലെ കിളത്താതെ. ചക്കാത്തി ശാപ്പ അടിക്കുന്നതല്ലേ, ഒരു അഭിനന്ദനെങ്കിലും ഇരിക്കട്ടെ എന്ന് കരുതി. ഇല്ലേതാരാണ് ആള് വന്നതിലും വളരെ ക്ഷീണിച്ചു അല്ലേ? വല്ല ഇറച്ചിയ മീനൊക്കെ തട്ടണാശാനെ. ഞാൻ പാലും പഴങ്ങളും മാത്രമേ കഴിക്കാറുള്ളൂ.
ഇവൻ ഏതടാ? ഒരു പാവം പെൺകുട്ടിയെ ആക്രമിക്കുന്നത് കണ്ടിട്ട് മിണ്ടാതെ നോക്കി നിൽക്കുന്നു. നിങ്ങൾ മനുഷ്യരാണോ? എടോ, ഇത് സിനിമ ഷൂട്ടിങ്ങാ. ഷൂട്ടിങ്? എക്സ്ക്യൂസ് മീ സർ, ഇദ്ദേഹം ഈ നാട്ടുകാരനല്ല, അറിയാതെ വന്നതാ. കാറിൽ പോയിരിക്കണം. അവിടെ ഖാദറിന്റെ ജീവൻ രക്ഷിക്കുക, മേനോന്റെ ഗുണ്ടായിസം അവസാനിപ്പിക്കുക, നിരാഹാര സത്യാഗ്രഹം 18-ാം ദിവസം, ഇൻകുലാബ് സിന്ദാബാദ്, തൊഴിലാളി ഐക്യം സിന്ദാബാദ്. ഖാദർ വളരെ ക്ഷീണിതനാണല്ലോ. മുതലാളി വഴങ്ങുന്ന ലക്ഷണമൊന്നും കാണുന്നില്ലല്ലേ? അയാൾ തൊഴിലാളികളെ മുഴുവൻ പട്ടിണിക്കിട്ട് കൊല്ലാൻ തീരുമാനിച്ചിരിക്കുന്ന തോന്നുന്നത്. മുതലാളിയുടെ കാറ് വരുന്നുണ്ടല്ലോ. ആരും കാർ തുടരുത്, കാർ തുടർന്നു പോകില്ലേ? മാറിക്ക്. എന്റെ കാറിൽ തൊടുന്നവനോടെ കിടന്ന് പടയും. നിങ്ങൾ പ്രശ്നം പറഞ്ഞ് വഷളാക്കരുത്. നീ ആരാടാ എന്നെ ഉപദേശിക്കാൻ? ഞാൻ സാറിനെ ഒന്ന് കാണാനാ വന്നത്. എനിക്ക് നിങ്ങളെ കാണാൻ ഇഷ്ടമല്ല. എന്നെ സസ്പെൻഡ് ചെയ്യാൻ സാറ് ഹോം മിനിസ്റ്റർ വിളിച്ചു പറഞ്ഞു എന്നറിഞ്ഞു. അയാൾ അത് ചെയ്യുമോന്നോ എനിക്കൊന്നറിയണം. ശമ്പള കൂടുതലിന് തൊഴിലാളികൾ പണിമുടക്കി. അതിന് പോലീസ് ഇൻസ്പെക്ടർ എന്ത് വിളിച്ചു? നിങ്ങളുടെ അറിവോടെയല്ലേ അവന്മാരന്റെ കാറ് തല്ലി തകർത്തത്? തൊഴിൽ നിയമങ്ങളിൽ ഞങ്ങൾക്ക് ഇടപെടാൻ ചില പരിമിതികളൊക്കെ ഉണ്ട് സാർ. തൊഴിൽ നിയമങ്ങളൊന്നും നിങ്ങൾ എന്നെ പഠിപ്പിക്കണമെന്നില്ല. ആ, അതിന്റെ നേട്ടങ്ങളൊക്കെ നാട്ടുകാർ പറയുന്നുണ്ട്. നിങ്ങൾ വന്ന കാര്യം പറഞ്ഞില്ല. ഞാൻ സർവീസിൽ കയറിയതേ ഉള്ളൂ സാർ. ആ, അതിന്റെ എടുത്തുചാട്ടമാണ് അവിടെ കണ്ടത്. 50,000 രൂപയാണ് സാർ ഈ ജോലിക്ക് വേണ്ടി ഞാനൊരു നേതാവിന് കൊടുത്തത്. ഓഹോ, അത് തിരിച്ചു പിടിക്കാനുള്ള ശ്രമമായിരിക്കും അല്ലേ? കൃത്യനിർവഹണത്തിൽ മുഖം നോട്ടമോ മമതയോ എനിക്കില്ല. ഒരുപക്ഷെ അതായിരിക്കും എന്റെ പരാജയമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. പോലീസുകാർ തല്ലാൻ തയ്യാറായപ്പോ നിങ്ങളല്ലേ എതിർത്തത്? അപ്പോഴങ്ങനെ ചെയ്തില്ലെങ്കിൽ വെടിവെയ്പ് നടന്നേനെ സാർ. എന്തുകൊണ്ട് വെടിവെച്ചില്ല? കുറെ എണ്ണം ചാകേണ്ടതായിരുന്നു. അതിന്റെ റിയാക്ഷനെ കുറിച്ച് സാർ ചിന്തിക്കാത്ത പോലെ തോന്നുന്നു. വാട്ട് റിയാക്ഷൻ? വരുന്നിടത്ത് വെച്ച് കാണും മിസ്റ്റർ. ആ യൂണിയൻ നേതാവ് ഖാദറിനെ ഒന്ന് സാർ വിളിപ്പിച്ച് സംസാരിച്ചാൽ പ്രശ്നം തീരും. ആ ഖാദർ നിങ്ങൾ എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യുന്നില്ല? അയാളുടെ പേരിൽ കേസില്ല സാർ. കേസ് ഞാൻ കൊടുക്കും. എങ്കിൽ ഞാൻ അറസ്റ്റ് ചെയ്യും. കൗസല്യേ, 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 എന്താ ഇത്? പേടിപ്പിച്ചു കളഞ്ഞല്ലോ. ഞാൻ കരാട്ടെ പ്രാക്ടീസ് ചെയ്യായിരുന്നു. ഇവിടെ പെണ്ണുങ്ങൾക്ക് മാനമായി കഴിയണമെങ്കിൽ കുറച്ച് കരാട്ടയോ കളരിപ്പയറ്റോ പഠിക്കാതെ പറ്റില്ല. കരാട്ടയോ? കരാട്ടെ. അത് പറഞ്ഞു കേട്ടപ്പോ എനിക്കും കുറച്ച് അഭ്യസിച്ചാ കൊള്ളാമെന്ന് തോന്നുന്നു. ഞാൻ പഠിപ്പിക്കാം. കരാത്തെ കൗസല്യ ബഹുമെടുക്കുക. അല്ല, ഖാദർക്കായെ കാണാറേയില്ലല്ലോ. നിങ്ങളുടെ പണിമുടക്ക് എന്തായി? അയാൾ തീരെ വഴങ്ങുന്ന ലക്ഷണമില്ല. ഇനി അക്രമം കൊണ്ട് രക്ഷയുള്ളൂ. ഫാക്ടറി കത്തിച്ചു, മുതലാളിയുടെ കാറ് തകർത്തു, എന്നിട്ടും തീർന്നില്ലേ? അവകാശത്തിന് വേണ്ടി സമരം ചെയ്യുമ്പോ അക്രമം ശരിയാണോ ഖാദറെ? ഏതായാലും നാളെ ഒരു ബന്ദിനെ ഞങ്ങൾ ആഹ്വാനം ചെയ്തിരിക്കുക. കഴിഞ്ഞ ആഴ്ചയല്ലേ ഒരു സമ്പൂർണ്ണ ബന്ധു നടന്നത്? അയ്യോ, അന്ന് വെള്ളം പോലും കിട്ടാതെ ഞങ്ങൾ കുറെ വലഞ്ഞു. അടുത്ത ബന്ദിന് ഒരൊറ്റ എണ്ണത്തിനെ പുറത്തിറക്കില്ല. അത്രത്തോളം ജനങ്ങൾക്ക് കഷ്ടപ്പാടും ബുദ്ധിമുട്ടും ആവില്ലേ ഖാദറെ? ജനങ്ങളെ എത്രത്തോളം കഷ്ടപ്പെടുത്തുന്നോ അത്രത്തോളം ആ സമരം വിജയിക്കും. നാളെ റെയിൽവേ മൈതാനത്ത് ഒരു സമര വിശദീകരണ പൊതുസമ്മേളനം വെച്ചിട്ടുണ്ട്. കഴിഞ്ഞ മീറ്റിങ്ങിന് ആള് തീരെ കുറവായി പോയി, നാണക്കേടായി പോയി. അതിനല്ലേ ഇത്തവണ ക്യാബറ ഡാൻസ് വെച്ചിരിക്കുന്നത്. പാർട്ടി മീറ്റിംഗിന് ക്യാബറയോ? അല്ലാതെ പിന്നെ ആള് കൂടണ്ടേ? എന്താണ് ഈ ക്യാബറെ? ഏയ്, ഇതല്ല. ഇത് നല്ല രസമാ. അതായത് ഞാൻ കൊണ്ടുപോയിക്കോളാം. സുഹൃത്തുക്കളെ, സമ്മേളനം അവസാനിച്ചിരിക്കുന്നു. നിങ്ങൾ ആകാംക്ഷയോടെ കാത്തിരുന്ന ക്യാബറെ ഡാൻസ് ഉടനെ തന്നെ ആരംഭിക്കുന്നതാണ്.
കല്ലേറോ ലാത്തി ചാർജോ? അയ്യോ, ഇത് അതിലും ഭയങ്കരം. ആശാൻ തീരുന്നതിന് മുമ്പ് എഴുന്നേറ്റ് ഓടിക്കളഞ്ഞു. ആശാൻ എന്തൊരു പണിയാ കാണിച്ചത്. ആ അവസാന ഭാഗം എന്ത് രസമായിരുന്നു. ഇതാണോ കല? ഇതാണോ നൃത്തം? ആഭാസം, അശ്ലീലം. ഇന്ന് വിനായക ചതുർത്ഥിയാണ്. ഈ ദിവസം തന്നെ ഈ വൃത്തികേട് കാണേണ്ടി വന്നുവല്ലോ നാരായണ. എന്നാലേ തൊട്ടടുത്തൊരു മഹാഗണപതി ക്ഷേത്രമുണ്ട്. ചെന്ന് മുങ്ങി കുളിച്ച് തൊഴുത് കിടന്നുറങ്ങും. ഇതിനെയൊക്കെ കൊണ്ടുപോയി എന്നെ പറഞ്ഞാൽ മതിയല്ലോ.